മഴക്കാലം പനിക്കാലം മാത്രമല്ല, ചർമ്മരോഗങ്ങളുടെയും കാലമാണ്. തൊലിയെ ബാധിക്കുന്ന ഫംഗസ്, അണുബാധ ഉൾപ്പെടെ ഒട്ടുമിക്ക ചർമ്മരോഗങ്ങളുടെയും തീവ്രത മഴക്കാലത്ത് കൂടും. ശരീരത്തിൽ ഈർപ്പവും വിയർപ്പും തങ്ങി നിൽക്കുന്നതാണ് ഇതിന് കാരണം. വെള്ളത്തിൽ ഏറെ നേരം ചവിട്ടി നിൽക്കുന്നവരിലെ കാല് വിരലുകൾക്കിടയിൽ തൊലി കുതിർന്ന് കൊഴിഞ്ഞു പോകുന്ന വളങ്കടി എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാറുണ്ട്. ഈ പ്രമേഹം ഉൾപ്പെടെയുള്ളവരുടെ രോഗങ്ങളുള്ളവരിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ഇത്തരം അസുഖങ്ങൾ പെട്ടെന്ന് ബാധിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കാലുകൾ എപ്പോഴും ഡ്രൈ ആക്കി വയ്ക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൻറ്റി ഫംഗൽ മരുന്നുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ ഷൂസും സോക്സും എല്ലാം മഴയിൽ നനഞ്ഞു കുതിർന്നിരിക്കും. ഈ സോക്സുകൾ മാറാതെ കാലുകൾ നനഞ്ഞു തന്നെ ഇരുന്നാൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. മഴയിൽ പതിവായി യാത്ര ചെയ്യുന്നവരുടെ ശരീരത്തിൽ ഈർപ്പം നിറഞ്ഞ് വട്ടച്ചൊറി, പുഴുക്കടി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ടീനിയ കോർപ്പറസ് എന്ന രോഗം വരാം. തുടയെടുക്ക്, കഷം, വയറിൻ്റെ താഴ്ഭാഗം, സ്ത്രീകളിലാണെങ്കിൽ മാറിടത്തിന് താഴ്ഭാഗം, ഈ ഭാഗങ്ങളിലെല്ലാം ഈ രോഗം വരാം. ഒരുമിച്ച് താമസിക്കുന്നവർക്കിടയിൽ ഈ രോഗം പകരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ആർക്കെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ തോർത്ത്, സോപ്പ് തുടങ്ങി നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങനെ പൊതുവായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. വർഷക്കാലത്ത് അരിവസ്ത്രം ഉൾപ്പെടെയുള്ള ഡ്രസ്സുകളെല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ കുട്ടികളുടെ യൂണിഫോമിൻ്റെ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. ഈർപ്പം നിറഞ്ഞ ബാക്ടീരിയ വളർച്ച കൂടുന്നത് മൂലം കാലിന് ദുർഗന്ധം വരുന്ന പിറ്റൽ കെരാറ്റോളൈറ്റിസ് എന്ന അസുഖം മഴക്കാലത്ത് കൂടാറുണ്ട്. അത് ചിലപ്പോൾ കാലിൻ്റെ അടിവശത്ത് ചെറിയ കുഴികൾ പോലെ വരാറുണ്ട്. ആൻറ്റി ബാക്ടീരിയൽ ക്രീമാണ് ഇതിനു വേണ്ടി നമ്മൾ പുരട്ടേണ്ടത്. ഈ ചെറിയ ചാഴി പോലുള്ള അണുക്കൾ, നമ്മൾ സാധാരണ പറഞ്ഞ മൈറ്റ്സ് എല്ലാം ശരീരത്തിൻ്റെ തൊലിയെ ബാധിക്കുന്നത് മൂലമുള്ള സ്കാബീസ് എന്ന രോഗവും മഴക്കാലത്ത് കൂടും. ഇതുമൂലം കൈവിരലുകൾ, കഷം, നെഞ്ച് ആ ഭാഗങ്ങളിലും ജനനേന്ദ്രിയങ്ങളിലൊക്കെ ചെറിയ കുരുക്കളും അസഹ്യമായ ചൊറിച്ചിലും അനുഭവപ്പെടാം. അപ്പം നഖത്തിലെ അണുബാധയാണ് മറ്റൊന്ന്. നഖവും തൊലിയും ചേരുന്ന ഭാഗത്തുണ്ടാകുന്ന പഴുപ്പ് വർഷക്കാലത്ത് കൂടാനിടയുണ്ട്. മുഖക്കൂരുണ്ടാകും, താരൻ, ഇവയെല്ലാം മഴക്കാലത്ത് കൂടും. ഇനി കുളിച്ച് കഴിഞ്ഞ് മുടി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യേണ്ടി വരുന്നവരിൽ ഈർപ്പം നിറഞ്ഞ് തന്നെ താരം കൂടാറുണ്ട്. അപ്പോൾ ശരീരത്തിൽ വസ്ത്രങ്ങളും ഈർപ്പമില്ലാതെ സൂക്ഷിക്കുന്നതാണ് മഴക്കാലത്ത് ത്വക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന വഴി. നമ്മൾ നമ്മുടെ സ്കിന്നെ നന്നായി ശ്രദ്ധിച്ച് എപ്പോഴും ഡ്രൈ ആക്കി വെച്ച് കാലും കൈയും എല്ലാം ആ സീസണൽ വൈസിലുള്ള രോഗങ്ങൾ രക്ഷിക്കാനായിട്ട് ഡ്രൈ ആക്കി വെച്ച് നല്ല നല്ല മോയ്സ്ചറൈസറുകൾ, ക്രീമുകൾ അപ്ലൈ ചെയ്ത് ഇനി എന്തെങ്കിലും ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ആൻറ്റി ഫംഗൽസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന ചർമ്മ സംബന്ധമായ ഇത്തരം അസുഖങ്ങൾ, വളങ്കടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം കോമൺ ആണ്. അതെല്ലാം നമുക്ക് അകറ്റാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരു ഇൻഫർമേഷൻ നൽകുന്ന വീഡിയോ ഞാൻ കരുതുന്നു. ഇതുപോലെ ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടി വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട്